എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശരിയായ സമയത്തിൽ ശരിയായ നേരത്തിൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? കുറച്ചു പേരെങ്കിലും മുടി കൊഴിയുന്നത് കുറയും എന്ന് പറയുമായിരിക്കും. യെസ്, അത് 100% ശരിയായ ഉത്തരമാണ്. അതുകൊണ്ടാണ് സെലിബ്രിറ്റീസ് അവരുടെ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം നല്ല ഉറക്കം ആണെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഉറങ്ങുന്ന നേരത്ത് അതിശയിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നല്ല ഉറക്കത്തിൽ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് താഴെ വീഴുന്നത് പോലെ അനുഭവിച്ചിട്ടുണ്ടോ? രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളെ അമർത്തുന്നത് പോലെ അനുഭവിച്ചിട്ടുണ്ടോ? ആ നേരത്തിൽ നിങ്ങൾ ഉച്ചത്തിൽ ശബ്ദം വെക്കാൻ നോക്കിയാലും നിങ്ങളുടെ വായിൽ നിന്നും ഒരു വാക്കുപോലും വരികയില്ല. ഒരുപക്ഷെ ഇതുപോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തെന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ഉറങ്ങിയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. നമ്പർ 1, ഫാളിംഗ് ഡൗൺ. നിങ്ങൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുന്നത് പോലെ തോന്നും. ഉടനെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കും. പക്ഷേ ഇങ്ങനെ നടക്കുന്നതിന് പിന്നിൽ ഒരു രോഗലക്ഷണങ്ങൾക്കും സ്ഥാനമില്ല. നമ്മൾ എപ്പോഴെങ്കിലും നല്ല ക്ഷീണത്തിലോ മാനസിക സമ്മർദ്ദത്തിലോ ആയിരിക്കുമ്പോൾ ഇങ്ങനെ നടക്കുവാൻ അധികം സാധ്യതയുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സുറങ്ങും, എന്നാൽ ശരീരം ഉറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് ഇതുപോലെ സംഭവിക്കും. അതുകൂടാതെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ അധിക വെളിച്ചത്തോടു കൂടിയ വെളിച്ചം കണ്ടാലും അല്ലെങ്കിൽ വിചിത്രമായ ശബ്ദം കേട്ടാലും നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടെന്നാൽ തുടർച്ചയായി നമ്മൾ മൊബൈലും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നത് കൊണ്ട് സ്ലീപ്പ് സൈക്കിൾ അധികമായി പ്രശ്നം നേരിടും. കൂടുതലായി പറയണമെങ്കിൽ സ്ക്രീൻ ടൈം അധികമായിരിക്കുന്നത് കൊണ്ട് മനസ്സുറങ്ങുന്നതിന് തയ്യാറാവുന്നില്ല. പക്ഷേ ഇതിൽ കണ്ടിന്യൂ ആയിട്ട് ഇരുന്നാൽ പിൽക്കാലത്ത് ഇൻസോമോണിയ ആൻഡ് സ്ലീപ്പ് ഡിപ്രീവേഷൻ രോഗം ഇടാൻ സാധ്യതയുണ്ട്. 2, സെക്ഷുവൽ അറോസൽ. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ രണ്ടുപേരും ഉറക്കത്തിൽ സെക്ഷുവൽ അറോസൽ ഫീൽ ചെയ്യുമായിരിക്കും. ഉറക്കത്തിൽ റാപ്പിഡ് ഹൈ മൂവ്മെൻറ്റ്സ് കാരണമായി നടക്കും. എന്തുകൊണ്ടെന്നാൽ ആ നേരത്തിൽ നിങ്ങളുടെ ബ്രെയിന് അധികമായ ഓക്സിജൻ ആവശ്യമായി വരും. അതുകൊണ്ട് രക്തം ബ്രെയിനെ നോക്കി അതിവേഗത്തിൽ സഞ്ചരിക്കും. ഇതിൻ്റെ അനന്തരഫലം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും വന്നു ചേരും. നമ്പർ 3, സ്ലീപ്പ് പാരലൈസിസ് രോഗത്തെക്കുറിച്ച് ഒരു അളവിൽ എല്ലാവർക്കും അറിയുമായിരിക്കും. സ്ലീപ്പ് പാരലൈസിസ് ഏകദേശം പാരലൈസിസ് രോഗം പോലെ ഇരിക്കും. സ്ലീപ്പ് പാരലൈസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറക്കത്തിൽ നമ്മുടെ കണ്ണ് മാത്രം തുറക്കും, ശരീരം ഒട്ടും തന്നെ ചലനം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കാതെ വരുന്നു. അതുമാത്രമല്ല, ആ നേരത്തിൽ കുറഞ്ഞ പക്ഷം കൈവിരലുകൾ പോലും ചലിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ സത്യമായിട്ടും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെയിരിക്കും? ഇങ്ങനെയുള്ള നേരത്ത് നിങ്ങളുടെ നെഞ്ചത്ത് ഏതോ ഭാരം വെച്ചതുപോലെ ആയിരിക്കും. ഈ നേരത്തിൽ ധാരാളം പേർക്ക് ഭയം മൂലം ശരിയായി ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടും. അതുപോലെ ഇങ്ങനെയുള്ള നിമിഷത്തിൽ ഭയം മൂലം ഉച്ചത്തിൽ അലറുവാൻ നോക്കിയാലും കൂടി വായിൽ നിന്നും ഒരു തരത്തിലും ശബ്ദം പോലും വരികയില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചിലർക്ക് ഭയത്തിൽ അവരുടെ ശാരീരിക അവസ്ഥയും ഇത് നല്ലപോലെ ബാധിക്കും. സയൻറ്റിസ്റ്റുകൾക്ക് സ്ലീപ്പ് പാരലൈസിസ് ഒരു സാധാരണമായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ നടക്കുവാൻ കാരണം എന്തെന്നാൽ നമ്മൾ നല്ല ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഉണർന്നിരിക്കും, പക്ഷേ ശരീരം വീണ്ടും മയക്കത്തിലായിരിക്കുന്നത് കൊണ്ട് ഈ സ്ലീപ്പ് പാരലൈസിസ് നടക്കും. നമ്പർ 4, ബ്രെയിൻ റിസ്റ്റോറേഷൻ ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. യൂണിവേഴ്സിറ്റി ഓഫ് രജിസ്റ്റർ ചെയ്ത പഠനപ്രകാരം നമ്മൾ ഉറങ്ങുന്ന നേരത്തിൽ അന്നേ ദിവസത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളുടെ ചിന്തകളെ ബ്രെയിൻ വെളിയിൽ കൊണ്ടുവരും. ഇത് സയൻറ്റിഫിക് ആയിട്ട് ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ബ്രെയിൻ എല്ലാ മോശകരമായ കാര്യങ്ങളെ വെളിയിലെടുത്ത് മുഖ്യമായത് മാത്രം ശേഖരിക്കും. നമ്പർ 5, സ്ലീപ്പ് ടോക്കിംഗ്. എപ്പോൾ മൈൻഡ് ഉണർന്നിരിക്കുകയും ബോഡി പിന്നെയും മയക്കത്തിലിരിക്കുന്ന അവസ്ഥയാണ് സ്ലീപ്പ് പാരലൈസിസ് എന്നത് മുൻപ് നമ്മൾ കണ്ടു. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ സ്ലീപ്പ് ടോക്കിംഗ് കൂടി നടക്കും എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഉറക്കത്തിൽ സംസാരിക്കുന്നവരെ ഉറപ്പായും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയല്ലെങ്കിൽ ധാരാളം മൂവീസ് കൂടിയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉറങ്ങുന്ന നേരത്തിൽ ബ്രെയിനിൽ കുറെ കൂടെ എനർജി ഇരിക്കുന്നത് കൊണ്ട് സ്ലീപ്പ് ടോക്കിംഗ് ഉണ്ടാകുന്നു. ഈ സ്ലീപ്പ് ടോക്കിംഗ് ഏകദേശം 30 സെക്കൻഡ് വരെ ഉണ്ടാകും. അങ്ങനെ ആഴമായ ഉറക്കത്തിൽ പോകുമ്പോൾ സ്ലീപ്പ് ടോക്കിംഗ് ചെയ്യുന്ന ആളുടെ സംസാരം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസകരമായിരിക്കും. ഈ സ്ലീപ്പ് ടോക്കിങ്ങിനെ മെഡിക്കൽ ടേമിൽ സോംനിലുക്വി എന്ന് പറയും. നമ്പർ 6, സ്ലീപ്പ് വാക്കിംഗ്. സ്ലീപ്പ് ടോക്കിംഗ് പോലത്തെ വേറൊരു അവസ്ഥയാണ് സ്ലീപ്പ് വാക്കിംഗ്. ഈ സ്ലീപ്പ് വാക്കിംഗ് അവസ്ഥയെക്കുറിച്ച് നിങ്ങളിൽ ധാരാളം പേർക്ക് അറിയാമായിരിക്കും. ഇതുമൂലം മനുഷ്യൻ ഉറക്കത്തിൽ നടക്കും, എന്നാൽ ഈ ഫിനോമിനൻ നല്ല ഉറക്കത്തിൽ നടക്കും.
അതുകൊണ്ടാണ് ഉറക്കത്തിൽ നടക്കുന്ന മനുഷ്യന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തത്. ഈ അവസ്ഥ മുതിരെക്കാട്ടിലും കുട്ടികളിൽ അധികമായിരിക്കും. എന്നാൽ ശരിയായി ഉറക്കമില്ലാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിലർ പറയുന്നു. ഈ അസുഖം ഇരിക്കുന്നവരെ കണ്ണു തുറന്ന് ഉറക്കത്തിൽ നടക്കും. ഇതിനെ നാർക്കോലെപ്സി ആൻഡ് സ്ട്രെസ് മൂലകാരണമായിരിക്കാം. എന്നാൽ ഈ അസുഖം ഭയങ്കര അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ അസുഖം എത്രയും പെട്ടെന്ന് ഗുണപ്പെടുത്താമോ അത്രയും നല്ലത്. നമ്പർ 7, റിക്കറിംഗ് ഡ്രീംസ്. ചെറിയ വയസ്സിൽ നിന്നും നമ്മൾ എത്രയോ സ്വപ്നങ്ങൾ കണ്ടിരിക്കാം. എന്നാൽ അതിൽ ഒന്നുപോലും നമുക്ക് ഓർമ്മ കാണിക്കില്ല. എന്നാൽ ഒരേ സ്വപ്നം പല പ്രാവശ്യമായി വന്നുകൊണ്ടിരുന്നാൽ ആ സ്വപ്നം നമ്മുടെ ഓർമ്മയിൽ ഉറപ്പായും ഉണ്ടാകും. ആ നേരത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരേ സ്വപ്നം ഇടയ്ക്ക് വരുന്നത് എന്ന് ചിന്തിക്കും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലിങ്ക് ആയിട്ട് ഇരിക്കാം. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നമായി വന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ല. അതിനാൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ ഇഗ്നോർ ചെയ്യും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുടെ അർത്ഥം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിലെ എത്രയോ പ്രശ്നങ്ങളെ തീർക്കണമെന്നത് ആവശ്യമാണെന്നത് ഈ റിക്കറിംഗ് ഡ്രീംസ് പറയും. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് 1-2 ദിവസത്തിന് മുൻപ് നിങ്ങൾ ഫെയിൽ ആകുന്നത് പോലെ സ്വപ്നങ്ങളിൽ വരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തുടർച്ചയായി എക്സാമിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നടക്കാൻ അധികം ചാൻസസ് ഉണ്ടെന്ന് സയൻറ്റിസ്റ്റുകൾ പറയപ്പെടുന്നു. നമ്പർ 8, ഐ ഹോർമോൺ, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. ഇതിനെ HGH എന്ന് പറയപ്പെടുന്നു. ബോൺ, മസിൽ പിന്നെ ടിഷ്യൂസ് വളർച്ചയ്ക്ക് ഈ ഹോർമോൺ ആവശ്യമായി വരുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ഹോർമോൺ റൈസ് ആകും. നമുക്ക് എന്തെങ്കിലും ഹോർമോൺ സുഖപ്പെടുത്തുന്ന വേല ചെയ്യും. അതുപോലെ ഇത് എല്ല് വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് കുട്ടികൾ എത്ര നേരമെങ്കിലും ഉറങ്ങിയാലും അത്രയും നല്ലത് എന്ന് പറയുന്നത്. നമ്പർ 9, റിലാക്സേഷൻ ഓഫ് ത്രോട്ട്. നമ്മൾ ഉറങ്ങുന്ന നേരത്ത് ത്രോട്ട് വഴിയായി പോകുന്ന എയറിനാൽ ത്രോട്ട് കുറച്ച് റിലാക്സ് ആകും. അങ്ങനെ ത്രോട്ട് കുറച്ച് ചുരുങ്ങും. അപ്പോൾ ത്രോട്ടിൽ കൂടി കുറച്ച് എയർ മാത്രമേ പോകൂ. ഇതുമൂലം നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. എന്നാൽ ത്രോട്ട് ചുരുങ്ങിയതിനാൽ കൂർക്കം വലിക്കാൻ അധിക ചാൻസസ് ഉണ്ട്. നമ്മളിൽ ധാരാളം പേർക്ക് ഈ കൂർക്കം വലിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ലല്ലോ. നമ്പർ 10, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഉറക്കത്തിന് മുഴുവനായി 5 സ്റ്റേജസ് ഉണ്ടാകും. ഈ 5 സ്റ്റേജസ് നമ്മുടെ ശരീരത്തെ നല്ല ആരോഗ്യമായി ഇരിക്കുവാൻ വളരെ സഹായിക്കും. എന്നാൽ ഉറക്കത്തിൻ്റെ 5 സ്റ്റേജിൽ ഓരോ സ്റ്റേജസും അതിൻ്റെ മുൻപിലത്തെ സ്റ്റേജസിനേക്കാളും അധികം ആഴമായിരിക്കും. ഈ 5 സ്റ്റേജസിൽ നമ്മൾ ഓരോ സ്റ്റേജും കടന്ന് അവസാനമായി 5th സ്റ്റേജസിലോട്ട് പോകും. അങ്ങനെ ഈ 5 സ്റ്റേജസും കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ സൈക്കിൾ പിന്നെയും റിപ്പീറ്റ് ആകും. എന്നാൽ 5th സ്റ്റേജസിൽ കണ്ണുകൾ അധികമായി ചലിക്കും. നമ്മൾ ഉറങ്ങിയതിന് ശേഷം, അതായത് ഏകദേശം 60 മുതൽ 90 നിമിഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ നടക്കും. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒട്ടും തന്നെ അറിയുകയില്ല. എന്തെന്നാൽ നമ്മുടെ മുഴുവൻ കോൺസെൻട്രേഷനും സ്വപ്നം കാണുന്നതിലായിരിക്കും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ അല്ലാതെ ഉറക്കത്തിൽ ഇനിയും എത്രയോ കാര്യങ്ങൾ നടക്കുവാൻ അധിക ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കമൻസിൽ എഴുതുക. ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ മുഖ്യമായിരിക്കും. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ, വേ ടു ഫാക്സ്.